ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ അവസാനം ഇപ്പോൾ സുമേഷ് പറഞ്ഞൊരു ഭാഗത്തേക്ക് താങ്കളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാമെന്ന് വെച്ചതാണ്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിക്ക് അടക്കം വലിയ അസംതൃപ്തി, സോണിയാഗാന്ധി നിരന്തരം ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നു, അതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ പുറത്തു വരുന്നു, എങ്ങനെ ഈ പ്രതികൾ അവിടെ കടന്നുകൂടി, കയറിപ്പറ്റി, ആരാണതിന് അനുമതി എടുത്തത്, ആര് അനുമതി കൊടുത്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, തുടർ ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ വല്ലാതെ അതൃപ്തിയിലാക്കുന്നു, അസംതൃപ്തിയുണ്ട് എന്ന വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ തൗഫീഖ് രാജൻ ചോദിക്കുമ്പോൾ ഏത് ചാനലിലാണ്, ഏത് പത്രത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏതായാലും ഈ ചർച്ചയ്ക്കില്ല. ശ്രീ ജയചന്ദ്രൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ ശ്രദ്ധയിലും അത് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുന്നൊരു ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലം വി ഡി സതീശനെ പോലെയുള്ള നേതാക്കളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതിന് ഇടയാക്കിയോ? ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുന്നു. സഭയ്ക്കകത്ത് കോൺഗ്രസിനെ ഏറ്റവും അധികം അലട്ടും വിധത്തിൽ അവരുടെ അതേ രീതിയിൽ തന്നെ ആ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഗാനം ആലപിച്ച മന്ത്രിയെ കൂടി നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കോൺഗ്രസ് MLA മാരുടെ മുഖത്ത് നോക്കി ആ പാരഡി ഗാനം അവരുടെ തന്നെ മുഖത്ത് നോക്കി അവർക്ക് നേരെ പാടുന്നു. ഇതെല്ലാം കൂടി വന്നൊരു ഘട്ടത്തിലാണോ പ്രതിപക്ഷ നേതാവിന് പിടിവിട്ടുപോയി 11-16 കാലമൊക്കെ പറഞ്ഞ് ശിവൻകുട്ടിയെ ആക്ഷേപിക്കുന്നൊരു നില ഇന്ന് സ്വീകരിച്ചത്? നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് കുട്ടികൾ, ഈ കാലത്ത് പഠിക്കുന്നവരുടെ ഗതികേടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുക, ശ്രീ ജയചന്ദ്രൻ, വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഏറ്റവും കെട്ട കാലമാണ്, ഏറ്റവും മോശം കാലമാണത്, അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ തൗഫീഖ് രാജൻ തന്നെ പറഞ്ഞു, 11-16 ഒരു നിയമസഭാംഗമായ കാലത്തെ സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ തോതിൽ അധിക്ഷേപിക്കുന്നതിലേക്കാണോ പ്രതിപക്ഷ നേതാവ് പോയത്? അതിന് അതേ നാണയത്തിൽ മറുപടിയും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണോ? ശരത്തെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ തൗഫീഖ് രാജൻ. സാധാരണ ഒരു KSU നേതാവോ യൂത്ത് കോൺഗ്രസ് നേതാവോ അല്ല, കോൺഗ്രസിൻ്റെ നിലപാട് പറയാൻ ബാധ്യതപ്പെട്ട അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട വക്താവാണ്. ആ വക്താവായ തൗഫീഖ്, എനിക്കിഷ്ടമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് തൗഫീഖ് കേട്ടോ, അത് വ്യക്തിപരമായി ഞാൻ പറയുന്ന കാര്യമാണ്. ആ തൗഫീഖ് ഈ ചർച്ചയിൽ പറയുകയാണ് മുൻപ് ശിവൻകുട്ടി കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന്. അതങ്ങനെയൊക്കെ പറയുന്നത് ഭൂഷണമാണോ ശരിയാണോ എന്നുള്ളതിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നതിന് പകരം കോൺഗ്രസ് വക്താക്കൾ ഈ തരത്തിൽ സംസാരിക്കാനായി ആണോ ഇന്ദിരാഭവനിൽ നിന്ന് KPCCയുടെ നേതാക്കൾ ചുമതലപ്പെടുത്തി വിടുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ തൗഫീഖ്, എനിക്ക് പറയാനുള്ള ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, താങ്കൾ ശിവൻകുട്ടി മുൻപ് കാണിച്ചത് തെമ്മാടിത്തരം ആണ് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ സതീശൻ ഇന്ന് കാണിച്ച ചെറ്റത്തരമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും. അതല്ലാതെ മറ്റൊരു പദം പ്രയോഗിക്കാനേ കഴിയില്ല. ചെറ്റത്തരമാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത്. എന്റെ സമയമല്ലേ കോൺഗ്രസ് വക്താവിൻ്റെ സമയം ശരത്താണ് തരുന്നത്, ഞാനല്ല, അല്ലെങ്കിൽ സുമേഷ് MLA അല്ല. അത് ഇതിൻ്റെ ആങ്കറായിട്ടുള്ള ഈ ഷോ നടത്തുന്ന ശരത്ചന്ദ്രൻ്റേതാണ്. അദ്ദേഹം തരുമ്പോൾ സംസാരിച്ചാൽ മതി, അല്ലാതെ എൻ്റെ വായിക്കാത്ത കമ്പ്യൂട്ടർ കുത്താൻ വന്നാൽ ഒരു സംശയമില്ല, ഞാൻ തിരിച്ചു കുത്തും. അത് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ശിവൻകുട്ടി എന്നല്ല ആരെയും നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്. അതൊന്നും ഞങ്ങളൊന്നും പറയില്ല. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നും ഭരണപക്ഷ ബെഞ്ചിലായിരുന്നു VD സതീശൻ്റെ സ്ഥാനം. ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നല്ലോ. 2014 ഈ മാന്യൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു വാചകമുണ്ട്, കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെപ്പറ്റിയാണ് പറയുന്നത്? സ്വന്തം നേതാവ്, വിശുദ്ധൻ, മഹാൻ എന്നൊക്കെ ഇപ്പോൾ പാടിപ്പോടുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഭരണം കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണമാണ് എന്ന് പറഞ്ഞത് ഇതേ താങ്കൾ പറഞ്ഞ രൂപത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞാൽ ആ ചെറ്റത്തരമല്ലേ അവിടെ പറഞ്ഞതെന്ന്? സ്വന്തം ഗവൺമെൻറ്റിനെക്കുറിച്ച്, അതിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച്, നേതാവിനെക്കുറിച്ച്. അത് മാത്രമാണോ? 2013 പറയുകയാണ് എന്തിനാണ് 5ാം മന്ത്രിയെ 2012 കൊടുത്തത്? ഇനി 2013 33 അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മലപ്പുറത്ത് എയ്ഡഡ് പദവി കൊടുത്തത് എന്തിനാണ്?
ഇത് ഭൂരിപക്ഷ സമുദായത്തിന് തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത് എന്ന് ചോദിച്ച അതേ സതീശൻ്റെ ഇന്നത്തെ അക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? നേരെ കടകം തിരിഞ്ഞില്ലേ തൗഫീക്ക്? ഇല്ലേ? ഇന്ന് അതെല്ലാം ശരിയായി വന്നു. അപ്പോൾ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ എന്നൊരു ഒരു രാമായണത്തിൽ ഒരു വരിയുണ്ടേ. അപ്പം ഇത് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുകല്ല, അവനവനെ തന്നെ പുകഴ്ത്താനായി ചില PR ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട്. ആ PR ഏജൻസി പഠിപ്പിച്ചു വിടുന്നതാണ് കോൺഗ്രസ് വക്താക്കൾക്ക് ഇപ്പോൾ ചാനലുകളിൽ വന്ന് പറയാൻ കഴിയൂ എന്നുള്ള അവസ്ഥയായിരിക്കുന്നു. ഇത് വളരെ ഗതികെട്ട അവസ്ഥയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനെ പൊതിഞ്ഞിരിക്കുന്നത് ഈ അവസ്ഥ. പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിന്നെ ശരത് ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് വന്നാൽ, ഈ എങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതിന് തെളിവ് നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടതിനൊടുവിലാണ് ദേശീയ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റിജോയിൻഡർ എന്ന് വരെ ഞാൻ പറയുന്നുള്ളൂ, വിയോജിപ്പ് എന്ന് അത്രം വരെ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ആ വിയോജിപ്പ് എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്? സ്വന്തം മാതാവിനെ ചേർത്ത് ഒരു ഈ ഇത്തരത്തിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്ന സ്വർണ്ണ കവർച്ചക്കാരൻ്റെ ഒപ്പം ആൻ്റണിയും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള MP-മാർ ഒന്നിലേറെ തവണ സന്ദർശിച്ചു എന്നുള്ള വാർത്ത മാത്രമല്ല, അതിന് പിന്നിൽ നിഗൂഢമായ ചില ഇടപാടുകൾ ഇവരിൽ ഒരാൾ നടത്തി, രണ്ടുപേരല്ല ഒരാൾ നടത്തി എന്ന ആക്ഷേപം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കുമല്ലോ ശരത്തെ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഈ മറ്റേ കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടല്ലോ ഇവർക്കിപ്പോഴും, ഭരണത്തിലില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. ആ കിച്ചൺ ക്യാബിനറ്റിലെ ചിലരൊക്കെ ആയിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവരാണ് പറയുന്നത് ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ ബോധപൂർവം ഇവരെ ഇതിൻ്റെ അകത്ത് വലിച്ചിഴയ്ക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3 ആഴ്ച മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ഉറക്കെ കേരളത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വർണം കട്ടവനും കട്ട മുതൽ വാങ്ങിച്ചവനും ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടു? മറുപടി ഉണ്ടോ കോൺഗ്രസ് ഇതുവരെ? കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ്, KPCC പ്രസിഡന്റ് മുതൽ അല്ലെങ്കിൽ AICC പ്രസിഡന്റ് മുതൽ താഴേക്കുള്ള ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് വരെയുള്ള ആരെങ്കിലും മുഖ്യമന്ത്രി പരസ്യമായി ചോദിച്ച ഈ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ശിവൻകുട്ടിയെ ചീത്ത വിളിക്കാൻ മുതിർന്നു നടക്കുന്ന, അതിനുവേണ്ടി നിരന്തരം ഈ പാഴ്വാക്കുകൾ പറഞ്ഞു നടക്കുന്ന, അതാണ് ജനകീയ വിചാരം തെറ്റിദ്ധരിക്കുന്ന തൗഫീഖുമാരോടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യം കോൺഗ്രസ് അക്നോളജ് ചെയ്യാത്തത്? നിങ്ങളുടെ KPCC, നിങ്ങളുടെ AICCയും എന്തുകൊണ്ട് അക്നോളജ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആൻസർ ചെയ്യുന്നില്ല? അപ്പോൾ നിസ്സംശയം അവിടെ തന്നെ കാര്യം ഉറപ്പിക്കാം. പ്രശ്നങ്ങളുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് KPCCക്കും AICCക്കും അറിയാം. അത് ഏത് ലെവലിലേക്ക് വരും, അതിന് മറയിടണം, ഏത് തരത്തിലും മറയിടണം. എന്താ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ സ്ഥലത്ത്, അതിന് ചീത്ത വിളിക്കുക, കണ്ടമാനം ചീത്ത വിളിക്കുക, നിയമസഭയിൽ ബഹളം ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്താൽ തൗഫീഖ് നിങ്ങൾ നിഴലിലായിരുന്നു, ഇപ്പം നിഴലില്ല, അതിന് പുറത്തേക്ക് വന്നു. അതാണ് മുഖ്യമന്ത്രി ഒച്ചത്തിൽ വിളിച്ചു ചോദിച്ചത്. കട്ടവനും കട്ട മുതൽ വാങ്ങിച്ചവനും ഒന്നിച്ച് 2 MP-മാരോടൊപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും അത്യന്തം സുരക്ഷയുള്ള, അതായത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, RSSൻ്റെ മേധാവി, 3 പേർ കഴിഞ്ഞ് 4ാമതാണ് Z+ കാറ്റഗറിയിൽ സോണിയാഗാന്ധി നിൽക്കുന്നത്. അവരെ എങ്ങനെ പോയി കാണും? ഒരു പ്രാവശ്യമല്ല, 1-ലേറെ തവണ. രാജ്യത്ത് 4ാമത്തെ Z+ കാറ്റഗറി സ്ഥാനത്തിൽ നിൽക്കുന്നതാണ് സോണിയാഗാന്ധി. എങ്ങനെ കാണും? അതാണ് കട്ടവൻ, കട്ട മുതൽ വാങ്ങിച്ചവൻ എങ്ങനെ ഒരുമിച്ച് പോയി എന്നുള്ളതിന് അക്നോളജ് ചെയ്യണ്ടേ? KPCCയോ AICCയോ മറുപടി പറയണ്ടേ? താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു. മറ്റൊന്ന്, ഈ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തോതിൽ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഗുരുതര വിമർശനം രാജ്യമെമ്പാടും നേരിടുന്ന ED ഈ സാഹചര്യം മുതലാക്കി ഈ കേസിലേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായും അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നതാണ്, വല്ലാതെ അതൃപ്തി ഉളവാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് അവർക്ക്
പ്രതികൂലമായി രൂപപ്പെട്ടിരിക്കുന്നു. യാതൊരു സംശയവുമില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ ഓൺലൈനിൽ ഈ ചട്ടമൊക്കെ പരിഷ്കരിച്ച് ആ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് നന്ദി എന്ന ഏറ്റവും വലിയ അവരുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ സന്തോഷ പ്രകടനമായ ആ സ്കൂളിലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വാർത്ത പോലും നമ്മൾ കണ്ടതാണ്. അത്തരമൊരു അസംബ്ലി നമ്മൾ കണ്ടതാണ്. അത് ഒരു ഉച്ച സമയത്ത് ഈ കലോത്സവത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആ ഗുഡ് ഗവേണൻസിന് ആ കുട്ടികൾ കൊടുത്ത ഒരു സ്നേഹാദരമായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക്. അപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ചുമതലകളിൽ നിന്നുകൊണ്ട് വിമർശിക്കാം. പക്ഷേ ഇവിടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അത് വിമർശനമാകില്ല, അത് ആ നിലയിൽ തന്നെ വിമർശിക്കപ്പെടും. അത് പറയുന്നവരുടെ നിലവാരത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നതുകൂടിയാണ് വരിക. ഞാൻ തൗഫീഖ്, ഞാനിത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. തൗഫീഖിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ഇപ്പോൾ സഭയെക്കുറിച്ച് ഒറ്റ കാര്യം ശരത്തെ ഒരു കാര്യം ഒന്ന് പൂരിപ്പിക്കട്ടെ ശരത്തെ. അല്ല, താങ്കളിത് പറഞ്ഞുകൊണ്ടാണ് ഈ ഞാൻ എപ്പോഴും ചർച്ചകൾ, ഇത്തരം പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് ഞാൻ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വാദമാണ് ഈ ഇൻകംബൻസി ആൻറ്റി ഇൻകംബൻസി. അതില്ല നിലവിൽ, അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് ഓർ ബാഡ് ഗവേണൻസ്, അതേ ഉള്ളൂ. സദ്ഭരണം, ദുർഭരണം. സദ്ഭരണമാണെങ്കിൽ ജനങ്ങൾ വീണ്ടും അവസരം നൽകും, ദുർഭരണമാണെങ്കിൽ ജനങ്ങൾ നിരാകരിക്കും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി അതാണ് ട്രെൻഡ്. അതാണ് എല്ലാവരും സോളജിസ്റ്റുകളെല്ലാം ആ നിലയിലാണ് ചിന്തിക്കുകയും പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അത് അറിഞ്ഞോ അറിയാതെയോ ഗുഡ് ഗവേണൻസ്, സദ്ഭരണമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ എന്ന് പറഞ്ഞത് ആരാണെന്നേ 2 ആഴ്ച മുമ്പ് ഇദ്ദേഹം തന്നെ പറയുകയാണ്, പ്രതിപക്ഷ നേതാവ്. ആ സദ്ഭരണം നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് 2 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ദുഷ്ടത്തരം നിറഞ്ഞ വകുപ്പായി മാറിയെന്നുള്ളത് വിചിത്രവും അത്യന്തം ദുരൂഹവുമായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി ഭിന്നമാണ് എൻ്റെ നിലപാട്. കാരണം പ്രതിപക്ഷ നേതാവിന് യാതൊരു ബാധ്യതയും 18-ാം തീയതി ഈ സർക്കാരിൻ്റെ ആ വകുപ്പിനെ അഭിനന്ദിച്ചുവെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ കാലയളവ് തീരുന്നത് വരെ അങ്ങനെ തന്നെ തുടർന്ന് യാതൊരു നിർബന്ധവുമില്ല, പ്രതിപക്ഷ നേതാവിന് മാറാം. പക്ഷേ പ്രൊവൈഡഡ് എന്താണ്, അത് വിമർശനമായിരിക്കണം. പക്ഷേ ഇവിടെ സംഭവിച്ചതല്ല. ഇവിടെ സംഭവിച്ചത് ആ മന്ത്രിയെ അങ്ങ് ഏറ്റവും അധികം വെറുക്കുന്ന, ഏറ്റവും അധികം അധിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം, പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ മാറി അദ്ദേഹം എത്രമാത്രം അസ്വസ്ഥനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. അതാണ് അതിലെ വ്യത്യാസം.